ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഇന്ത്യ പാകിസ്ഥാനിൽ മത്സരങ്ങൾ കളിക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി. സുരക്ഷാ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. എന്നാൽ ഇന്ത്യ മുന്നോട്ട് വെച്ചത് ഹൈബ്രിഡ് മോഡലിൽ ഈ മത്സരങ്ങൾ നടത്തണമെന്നാണ് പാകിസ്ഥാനോടും ICCയോടും ആവശ്യപ്പെട്ടത്. എന്നാൽ പാകിസ്ഥാൻ ആദ്യം ഇതിന് വഴങ്ങിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിന് വഴങ്ങിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നോട്ട് വെച്ച ഹൈബ്രിഡ് മോഡൽ അല്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും അല്ലാത്ത വർഷം ഈ ടൂർണമെന്റ് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും PCBയെ ICC അറിയിച്ചിരുന്നു. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ICC യോഗം വിളിച്ചു ചേർത്തത്. ഹൈബ്രിഡ് മോഡലുമായി മുന്നോട്ട് പോകാൻ PCB സമ്മതിച്ചായാണ് റിപ്പോർട്ട്. ഈ ടൂർണമെന്റ് പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് മാറ്റിയാൽ പാകിസ്ഥാന് വളരെ നഷ്ടമാണ് ഉണ്ടാവുക. $65 മില്യൺ പാകിസ്ഥാൻ നഷ്ടമാകുക. ഇപ്പോൾ പാകിസ്ഥാനിലെ സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റ് പൂർണ്ണമായും ICC പാകിസ്ഥാനിൽ മാറ്റിയാൽ അവർക്ക് വലിയ നഷ്ടമുണ്ടാകും. ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങളും യോഗ്യത നേടിയാൽ സെമി ഫൈനലും ഫൈനൽ മത്സരങ്ങളും ദുബായിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ടൂർണമെന്റ് ഭാവി അനിശ്ചിതത്തിലായിരുന്നു. 1996 ഏകദിന വേൾഡ് കപ്പിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു ICC ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കുന്നത്. എന്നാൽ ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡിൽ നടത്തണമെന്നുള്ള BCCIയുടെ തീരുമാനം ഉപാധികളോടെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കുന്നതിന് 2 വ്യവസ്ഥകൾ PCB മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും അംഗീകരിച്ചാൽ മാത്രമേ ഹൈബ്രിഡ് മോഡലിന് പാകിസ്ഥാൻ തയ്യാറാകുകയുള്ളൂ. 2031 വരെ ഇന്ത്യയിൽ ICC ടൂർണമെന്റ് മത്സരങ്ങളൊന്നും പാകിസ്ഥാൻ കളിക്കില്ല എന്നതാണ് ആദ്യത്തേത്. ICCയുടെ വാർഷിക വരുമാനത്തിൽ അതിന്റെ വിഹിതം കൂട്ടണമെന്നും PCB മുന്നോട്ട് വെച്ച രണ്ടാമത്തെ നിബന്ധനയാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.